ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് റംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് റംസാർ സൈറ്റ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് റംസാർ സൈറ്റുകൾ രൂപീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ചതുപ്പ് നിലങ്ങളുടെയും അവയുടെ റിസോഴ്സുകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1971 ഫെബ്രുവരി 2 ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു കൺവെൻഷൻ നടന്നു. 1971 ഫെബ്രുവരി മാസം 2 അത് നിലവിൽ വരുന്നത് 1975 ഇന്ത്യ അതിന്റെ ഭാഗമാകുന്നത് 1982 ഈ കൺവെൻഷൻ ആദ്യമായിട്ട് നടക്കുന്ന 71 ഫെബ്രുവരി 2 ആയതുകൊണ്ട് ഈ ഫെബ്രുവരി 2 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആചരിക്കുന്നു. 1997 മുതലാണ് ഫെബ്രുവരി 2 വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയത്. 2026 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. 2026 വേൾഡ് വെറ്റ്ലാൻഡ് ഡേയുടെ തീമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ 101 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. 101ാമത്തെ റംസാർ സൈറ്റ് ആണ് ഗ്ലോ ലേക്ക്, അരുണാചൽ പ്രദേശ്. ഗ്ലോ ലേക്ക് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അതിന് ഏറ്റവും വലിയ പ്രത്യേകത, അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് ഈ ഗ്ലോ ലേക്ക്. ഓക്കെ, മറ്റൊരു പ്രത്യേകത, കാംലാങ് ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ ഗ്ലോ ലേക്ക്. ഇന്ത്യയുടെ 50ാമത്തെ ടൈഗർ റിസർവായ കാംലാങ് ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ ഗ്ലോ ലേക്ക്. സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലെ ലോഹിത് ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ 101ാമത്തെ റംസാർ സൈറ്റ് ആണ് ഗ്ലോ ലേക്ക്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് ഗ്ലോ ലേക്ക്. കാംലാങ് ടൈഗർ റിസർവിന്റെ ഭാഗമാണ്, ലോഹിത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തത് 100ാമത്തെ റംസാർ സൈറ്റ് ആണ് സുർഹത്താൽ ബേർഡ് സാങ്ച്വറി. സുർഹത്താൽ ബേർഡ് സാങ്ച്വറി, അതിന്റെ മറ്റൊരു പേരാണ് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി. അത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ജില്ല ചോദിച്ചാൽ ബല്ലിയ ജില്ല. ഓക്കെ, 100ാമത്തെ റംസാർ സൈറ്റ് ആണ് സുർഹത്താൽ ബേർഡ് സാങ്ച്വറി, അതർവൈസ് നോൺ ആസ് ജയപ്രകാശ് നാരായൺ ബേർഡ് സാങ്ച്വറി. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. അടുത്തത് 99ാമത്തെ റംസാർ സൈറ്റ് ആണ് ശേഖർജീൽ സാങ്ച്വറി. ശേഖർജീൽ സാങ്ച്വറി, അതും ഉത്തർപ്രദേശാണ്. ജില്ല ചോദിച്ചാൽ അലിഗഡ് ജില്ല. ഓക്കെ, അടുത്തത് 98ാമത്തെ റംസാർ സൈറ്റ് ആണ് ഝാരിധാം, ഗുജറാത്തിലാണ്, കച്ച് ജില്ലയിലാണ്. ഓക്കെ, അപ്പോ 101ാമത്തെ റീസെന്റ് ആയിട്ട് വന്നത് ഏതാണ്? ഗ്ലോ ലേക്ക്, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ആണ് കാംലാങ് ടൈഗർ റിസർവ്. 50ാമത്തെ ടൈഗർ റിസർവായ കാംലാങ് ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഗ്ലോ ലേക്ക്. അരുണാചൽ പ്രദേശിലാണ്, ലോഹിത് ജില്ലയിലാണ്. 100ാമത്തെ റംസാർ സൈറ്റ് ആണ് സുർഹത്താൽ സാങ്ച്വറി അല്ലെങ്കിൽ ജയപ്രകാശ് നാരായൺ സാങ്ച്വറി എന്നറിയപ്പെടുന്നു, ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 99ാമത്തെ റംസാർ സൈറ്റ് ആണ് ശേഖർജീൽ സാങ്ച്വറി, അതും ഉത്തർപ്രദേശിലാണ്. 98ാമത്തെ ആണ് ഝാരിധാം, ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. ഓക്കെ, റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്, 20 എണ്ണം. റംസാർ സൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടിരിക്കുന്ന റംസാർ സൈറ്റുകൾ 3 എണ്ണമാണ്. വേമ്പനാട്ട് കായല്, അഷ്ടമുടി, ശാസ്താംകോട്ട. കേരളത്തിൽ നിന്ന് 3 എണ്ണമുണ്ട്. വേമ്പനാട്ട് കായല്, അഷ്ടമുടി, ശാസ്താംകോട്ട. ഇന്ത്യയിൽ ആദ്യമായിട്ട് റംസാർ സൈറ്റിൽ വരുന്ന ചിൽക്ക ലേക്ക് ആണ്, ഒഡീഷയിലാണ്. ചിൽക്ക, ഒഡീഷ. ഏറ്റവും വലിയ, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബൻസ് ആണ്. ഏറ്റവും ചെറുത് രേണുക വെറ്റ്ലാൻഡ് ആണ്. ഓക്കെ, അപ്പോ റംസാർ സൈറ്റ് മൊത്തം ഇന്ത്യയിൽ 101 എണ്ണമുണ്ട്. 101ാമത്തെ ആണ് ഗ്ലോ ലേക്ക്, അരുണാചൽ പ്രദേശ്. 100ാമത്തെ ആണ് സുർഹത്താൽ സാങ്ച്വറി. 99 ശേഖർജീൽ സാങ്ച്വറി. 98 ഝാരിധാം സാങ്ച്വറി. റംസാർ സൈറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്, 20 എണ്ണം. കേരളത്തില് 3 എണ്ണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.